ഹലോ, ഇന്നിപ്പോൾ വന്ന് കിടന്നുറങ്ങി കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കണവൻ വിളിച്ചിട്ട് പറയുന്നത്, ഇന്നിപ്പോൾ നിനക്കൊരു സ്പെഷ്യലുണ്ട്, അവൻ്റെ കൊളീഗ് ഒരു മീൻകറി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നിപ്പോൾ ദോശയാണ് പ്ലാൻ. അപ്പോൾ ദോശയും മീൻകറി സൂപ്പറായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീൻകറി സെയിം മീൻകറി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാണ്, അതുകൊണ്ട് ഇത് നീ കഴിച്ചോ, എനിക്ക് എന്തായാലും വേറെ കറി നീ ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇല്ല, നടക്കില്ല, ഇത് തന്നെ നീ കഴിക്കണം എന്നാണ്. അവസാനം ആരാണ് ജയിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാനിത് കണ്ട പാടെ തന്നെ എന്താ പറയുക, മീൻകറി ആണല്ലോ, ഞാൻ ചോദിക്കുകയാണ് ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ, കുടിച്ച് നോക്കട്ടെ. കാരണം എനിക്കിത് കണ്ടപ്പോൾ രസം പോലെയാണ് തോന്നിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു രസം പോലെയായിരുന്നു. ഇങ്ങനെ നമ്മൾ പണ്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ കിട്ടും മീൻകറി, ചിക്കൻ കറിയൊക്കെ. അത് നമ്മൾ എപ്പോഴും പറയും, ഇവിടെ എന്താ പറയുക, ഇവിടെ ഒഴിച്ചാൽ അതങ്ങ് തൃശ്ശൂരാണ് പോയി നിൽക്കുന്നത്. കാരണം അതുപോലെ വെള്ളം ചേർത്ത്, ഇത് വെള്ളം ചേർത്തെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഭയങ്കര ഡൈല്യൂട്ടഡ് ആയിട്ട് രസം പോലെ ഇരുന്ന് വെച്ചാൽ മീൻകറി. നമ്മുടെ മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല തേങ്ങയൊക്കെ ഇട്ട് നല്ല തിക്ക്, അല്ലെങ്കിൽ തന്നെ മുളകരച്ച് വയ്ക്കുന്നതാണെങ്കിലും നല്ല തിക്കായിട്ടൊക്കെ ആയിരിക്കുമല്ലോ വയ്ക്കുന്നത്. അങ്ങനെ എന്തായാലും പുള്ളിക്കാരന് ഞാൻ ചമ്മന്തി അങ്ങ് ഉണ്ടാക്കി, കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയോളൂ. എനിക്ക് ചെറിയ ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ ഇങ്ങനത്തെ അണ്ടാവിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ഉള്ള എല്ലാ ചമ്മന്തിയും ഞാനും കൊടുത്തിട്ട് ഞാൻ മീൻകറിയാണ് എടുത്തത്. ദോശയും മീൻകറി, ദോശയ്ക്കൊക്കെ നല്ല നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ മീൻകറിക്ക്, സൂപ്പറായിരുന്നു. പക്ഷേ വെള്ളമായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു.